നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. ഇന്ന് വേറിട്ടൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് എൻ്റെ വീടാണ്. അപ്പോൾ വീടിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ഡ്യൂക്കാണ്. ഞാൻ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. നിർഭാഗ്യവശാൽ ഈ വണ്ടിക്ക് അധികകാലം ഓടേണ്ട ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ ഏകദേശം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് എൻ്റെ ചാനലിനകത്ത് വീഡിയോ ഒന്നും കാണാതിരുന്നപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കേണ്ടായിരുന്നു, വിനീഷ് എന്താണ് സംഭവിച്ചത്. ലോക്ക്ഡൗൺ സമയത്ത് കംപ്ലീറ്റ് ഞാൻ ശരിക്കും വീട്ടിൽ തന്നെയായിരുന്നു. കാരണം ഒരു രക്ഷയില്ല, കാല് കംപ്ലീറ്റ് ബാൻഡേജ് ഇട്ട് ഇങ്ങനെ കിടപ്പിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയിൽ ഷെയർ ചെയ്യാം. അപ്പം ഈ ഡ്യൂക്കിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഡ്യൂക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് കൂട്ടുകാരോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പം കൂട്ടുകാരോടൊക്കെ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു ഡ്യൂക്ക് എടുത്തു, നല്ല വണ്ടിയാണ്, കിട്ടില്ല വണ്ടിയാണ്, അത്യാവശ്യം ചെറിയ ചെറിയ ട്രാവൽ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ബെസ്റ്റ് വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഞാൻ ഡ്യൂക്ക് എടുത്തത്. അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ച സമയത്ത്, വിനീഷേ ഡ്യൂക്ക് ഒരിക്കലും എടുക്കണ്ട, ഇതൊരു കൊല വണ്ടിയാണ്, എടുത്ത പല ആൾക്കാരും ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്, അപ്പം നമ്മൾ ആരും സപ്പോർട്ടില്ലാന്ന്. അപ്പോൾ വീട്ടുകാരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കേൾക്കാതെയാണ് ഞാൻ വണ്ടി എടുത്തത്. എൻ്റെ ഈ ഒരു വീട് പണിയുന്ന സ്ഥലത്ത് നിന്നും ഈ ഡ്യൂക്കിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് ഏകദേശം 50 കിലോമീറ്ററിനടുത്ത്, ഒരു 40 to 50 കിലോമീറ്ററിനടുത്തോളം ദൂരമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വഴിയിൽ പിന്നെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, സ്കിഡായിട്ട് വീഴുകയും അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് മുട്ടിന് താഴെയാണ്. അപ്പോൾ എല്ല് പൊട്ടിയിട്ട് കുറേ നാൾ കിടപ്പിലാവുകയും ഒക്കെ ചെയ്തു, 6 മാസം കിടപ്പിലാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തായതുകൊണ്ട് മംഗലാപുരത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല, റോഡൊക്കെ ബ്ലോക്കായിരുന്നു. അപ്പം കാഞ്ഞങ്ങാട് സിറ്റി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു എൻ്റെ സർജറി. ശരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന അനുഭവം എന്ന് വെച്ചാൽ വല്ലാത്തൊരു അനുഭവമാണ്. ആ ഒരു സമയത്ത് എടുക്കേണ്ടായിരുന്നു, പിന്നെ ഇത് വേണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞ വാക്ക് കേൾക്കാമായിരുന്നു എന്നൊക്കെ ഒരുപാട് മനസ്സിനെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചു. അതിനുശേഷം ഞാൻ ഈ ബൈക്ക് അധികകാലമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇതിപ്പോഴും 3000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 3064 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി ആകെ ഓടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം എടുത്താണ്. ഒരു വർഷമായിട്ട് ഓടിയത് ആകെ 3064 കിലോമീറ്ററാണ്. ഇതിൻ്റെ സെക്കൻഡ് സർവീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തേർഡ് സർവീസാണ് ചെയ്യാനുള്ളത്. വണ്ടി ഏകദേശം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നൊരു വണ്ടിയാണ്. ഇതിനകത്ത് സംഭവിച്ചത് ഈ കാണുന്ന ഈ ഫൂട്ട് റെസ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫൂട്ട് റെസ്റ്റാണ് എനിക്ക് ശരിക്കും അടി തന്നത്. കാരണം വണ്ടി സ്കിഡായിട്ട് എൻ്റെ കാലിലേക്ക് വീണ സമയത്ത് ഈ ഒരു ഫൂട്ട് റെസ്റ്റിൻ്റെ ഈ ഒരു അറ്റം കയറിയിട്ടാണ് എല്ല് പൊട്ടിയത്. അത്രയും നല്ല പവർഫുള്ളാണിത്. അതുപോലെ തന്നെ ഈ ഒരു ഫൂട്ട് റെസ്റ്റും പൊട്ടിപ്പോയി. അതുപോലെ തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ കമ്പി ഇവിടുന്ന് പൊട്ടിപ്പോയി, ഈ ഫൂട്ട് റെസ്റ്റും കംപ്ലീറ്റ് പൊട്ടിപ്പോയി. ഈ 2 കാര്യങ്ങൾക്കാണ് ഡാമേജ് വന്നത്. പിന്നെ ഡാമേജ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വണ്ടിയുടെ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നു. അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തും സ്ക്രാച്ച് വന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു സൈഡിലും സ്ക്രാച്ച് വന്നു. അല്ലാതെ വേറൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സർവീസൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ അതൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി കൊണ്ടുവച്ചു. ഇപ്പോൾ ഞാനൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ, അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വിനീഷേ വണ്ടി സൂക്ഷിച്ച് ഓടിക്കണം, 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വണ്ടി അധികം എടുത്താൽ മതി. നീ ഏത് വണ്ടി ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഡ്യൂക്ക് ഓടിക്കുന്നത് അതുപോലെ അല്ല, ഡ്യൂക്കിനകത്ത് ഒരു സെപ്പറേറ്റ് ഒരു നേക്ക് കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. അത് കറക്റ്റാണ്, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരാഴ്ചയൊക്കെ വണ്ടി ഓടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് പിറ്റേ ദിവസം മുതൽ ആൾക്കാർ ചോദിക്കുന്നത് വണ്ടി കൊടുക്കുന്നതാണ് ചോദ്യം. അതായത് ചെറിയ പൈസ, നമുക്ക് ഈ വണ്ടിക്ക് 2,06,000 രൂപയാണ് എനിക്ക് ചിലവായി എടുത്ത സമയത്ത്. അപ്പോൾ ഈ ഒരു വണ്ടി അപ്പോൾ അന്നേരം 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറേ ആൾക്കാർ, നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഞാൻ ആ വണ്ടി കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ കൊടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വെച്ച് ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഇത് ഞാൻ കൊടുക്കുകയൊന്നും ചെയ്യില്ല. കാരണം നമ്മളൊരു ആക്സിഡൻ്റ് ആയി എന്ന് വെച്ചിട്ട് നമ്മൾ വണ്ടി കൊടുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുപോലെ തന്നെ ഡ്യൂക്ക് സ്വന്തമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക.
ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. വരും ദിവസങ്ങളിൽ ഞാൻ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ വീടിനെ കുറിച്ച് കാണിക്കാം. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ വീടിൻ്റെ പണി, ഇത് എൻ്റെ പുതിയ വീടാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 90% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മതിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്യാനുള്ള കട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിനിഷായി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം, ഇതിനകത്തുള്ള വർക്ക് കാര്യങ്ങളൊക്കെ.